സുഭാഷിതം. ഹോശേയ പ്രവചനം 7-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം. അവർ എന്നെ വിട്ട് ഓടിപ്പോയതുകൊണ്ട് അവർക്ക് അയ്യോ കഷ്ടം. അവർ എന്നോട് അതിക്രമം ചെയ്യുക കൊണ്ട് അവർക്ക് നാശം. ഞാൻ അവരെ വീണ്ടെടുപ്പാൻ വിചാരിച്ചിട്ടും അവർ എന്നോട് ഭോഷ്ക് സംസാരിക്കുന്നു. ഓ ടു ദം, ഫോർ ദേ ഹാവ് ഫ്ലഡ് ഫ്രം മീ. ഡിസ്ട്രക്ഷൻ ടു ദം, because they have transgressed against me. Though I redeemed them, yet they have spoken lies against me. ഇസ്രായേൽ ജനതയുടെ പാപരോഗം ചികിത്സിക്കുവാൻ ദൈവം താൽപ്പര്യപ്പെടുകയാകുന്നു. 7-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പറയുന്നത്, ഞാൻ ഇസ്രായേലിനെ ചികിത്സ ചെയ്യുമ്പോൾ എഫ്രൈമിന്റെ അകൃത്യവും ശമരിയയുടെ ദുഷ്ടതയും വെളിപ്പെട്ടു വരുന്നു. വടക്കൻ രാജ്യത്തിലെ പ്രധാന ഗോത്രമായിരുന്നു എഫ്രൈം. അതിന്റെ തലസ്ഥാന നഗരം ശമരിയയുമായിരുന്നു. ജനം ജീവനുള്ള ദൈവത്തെ വിട്ടിട്ട് വിഗ്രഹാരാധനയിലും പാപത്തിലും അകപ്പെട്ടപ്പോൾ സ്നേഹനിധിയായ ദൈവം അവരെ മടക്കി വരുത്തുവാൻ ആഹ്വാനം ചെയ്യുന്നു. പ്രവാചകന്മാരെ അയച്ചു ദൈവിക അരുളപ്പാടുകൾ നൽകി. എന്നിട്ടും അവർ മടങ്ങി വരികയോ മനം തിരികുകയോ ചെയ്തില്ല. കർത്താവിനെ വിട്ട് അവർ ഓടിപ്പോയി. അതുകൊണ്ട് അവർക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് നാം വായിച്ച വാക്യം. ദൈവത്തിനെതിരെ അതിക്രമം ചെയ്തതിനാൽ അവർക്ക് നാശം സംഭവിക്കും. പ്രവാചകന്റെ ഈ വാക്കുകൾ നമ്മോട് എന്താണ് സംസാരിക്കുന്നത്? ദൈവത്തിന് വിരോധമായി പാപം ചെയ്ത് അവിടുത്തെ നിയമങ്ങളും പ്രമാണങ്ങളിൽ ലംഘിച്ച് ജീവിക്കുന്നവർക്ക് നിശ്ചയമായും ന്യായവിധി ഉണ്ടാകും. എക്കാലത്തുമുള്ള ജനങ്ങൾ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവാനും ദൈവത്തിന്റെ ന്യായവിധിയിൽ നിന്ന് ഒഴിഞ്ഞിരിപ്പാനുമുള്ള സന്ദേശമാണ് മനുഷ്യർക്ക് നൽകിയിരിക്കുന്നത്. ഈ ന്യായവിധിയിൽ നിന്ന് എങ്ങനെ ഒഴിവാകാമെന്ന് യോഹന്നാൻ പറയുന്നു. ദൈവം തന്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. പാപരോഗത്തിൽ നിന്ന് സൗഖ്യം പ്രാപിക്കുവാനുള്ള ഏക മാർഗം പാപങ്ങൾ ഏറ്റുപറയുകയും രക്ഷയ്ക്കായി യേശുവിൽ പൂർണ്ണമായി വിശ്വസിക്കുകയും ചെയ്യുക. അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല. വിശ്വസിക്കാത്തവന് ദൈവത്തിന്റെ ഏകജാതനായ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കായികയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകയാൽ അവർ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ. ഇരുട്ടിന്റെ പ്രവർത്തനങ്ങളെ സ്നേഹിച്ച് അതിനനുസരിച്ച് ജീവിക്കുന്നവർക്കാണ് ന്യായവിധി ഉണ്ടാകുന്നത്. ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെടുന്നത് എങ്ങനെയെന്ന് പൗലോസ് എഴുതിയിരിക്കുന്നു. റോമർ 8:1 പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. യഥാർത്ഥമായി ഞാൻ ക്രിസ്തുയേശുവിലാണോ എന്ന് ഓരോരുത്തരും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നാം വായിച്ച വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, ഞാൻ അവരെ വീണ്ടെടുപ്പാൻ വിചാരിച്ചിട്ടും അവർ എന്നോട് ഭോഷ്ക് സംസാരിക്കുന്നു എന്ന്. ഭോഷ്ക് അല്ലെങ്കിൽ കള്ളം ദൈവം വെറുക്കുന്ന ഒരു പാപമാകുന്നു. ഏത് പാപത്തിനും പരിഹാരം കാണുവാൻ യേശുവിന്റെ രക്തം മതിയായതാകുന്നു. അവന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നതാകുന്നു. ആകയാൽ എഫ്രൈമിനെ പോലെ പാപത്തിൽ മുഴുകി ജീവിക്കാതെ നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് വിശുദ്ധ ജീവിതം നയിക്കുവാൻ നമ്മെ തന്നെ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. കരുണയുള്ള പിതാവേ, ഞങ്ങൾ ന്യായവിധിയിൽ അകപ്പെട്ടു പോകാതെ അവിടുത്തെ രക്തത്താൽ ഞങ്ങളെ കഴുകി അവിടുത്തെ മക്കളാക്കി തീർക്കണമേ എന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ.